ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്ന അബദ്ധങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ആണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. വളരെ ചെറിയ സമയത്തിനുള്ളിൽ സൂറത്തുൽ ഫാത്തിഹയിലെ 4 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ശൈത്താൻ്റെ ഷർറിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ് സാധാരണയായിട്ട് നമ്മൾ ചൊല്ലാറുള്ളത്. ഇവിടെ മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം ഏതെല്ലാം തരത്തിലാണ് അബദ്ധങ്ങൾ വരുന്നത് എന്ന്. സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഞാൻ ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇനി ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയിൽ സാധാരണക്കാർക്ക് ഇങ്ങനെ പ്രത്യേകിച്ചും തജ്വീദ് നിയമങ്ങളോ മറ്റോ ഒന്നും പഠിക്കാതെ അറബി അക്ഷരങ്ങളുടെ മഖ്റജ് സിഫത്തുകൾ ഒന്നും അറിയാത്തവരിൽ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാം. സാധാരണയായി ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നമ്മൾ വളരെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കേട്ടു പോന്നിട്ടുള്ള കേട്ട് പഠിച്ച ചെറിയ സൂറത്തുകൾ അല്ലെങ്കിൽ പരിചയമുള്ള സൂറത്തുകളാണെങ്കിലും ശരി, സൂറത്തുൽ ഫാത്തിഹ അതുപോലെ സൂറത്തുന്നാസ്, ഇങ്ങനെ മുകളിലേക്ക് സൂറത്തുകളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഇങ്ങനെയാണെങ്കിലും ശരി ഖുർആൻ നോക്കിയിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ വളരെ ഏറെ അബദ്ധങ്ങൾ നമുക്ക് അത് ശരിയാക്കുവാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ആ തരത്തിൽ എഴുതിക്കൊണ്ട് തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. ഇവിടെ അഊദു എന്ന പദത്തിൽ, ഇവിടെ അഊദു ഈ പദത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. അഊദു നോക്കൂ, ഈ പദം, ഈ കലിമത്ത് പ്രത്യേകിച്ചും 2 തരത്തിലാണ് അബദ്ധങ്ങളായിട്ട് പറയാറുള്ളത്. അഊദു എന്നുള്ളത് അഊസു എന്നും പറയും, ഔദു എന്നും പറയാറുണ്ട്. അഊസു എന്നുള്ള പദം നോക്കൂ, ഇവിടെ അഊസു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അഊദു എന്ന് പറയുന്നു. ചില ചെറിയ കുട്ടികളൊക്കെ പാരായണം ചെയ്യുമ്പോൾ അഊദു എന്നും പറയാറുണ്ട്. ഇതെല്ലാം അബദ്ധങ്ങളാണ്. ഇതൊക്കെ അർത്ഥത്തിന് മാറ്റം വരുന്നതുമാണ്. നോക്കൂ, അഊസു എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആവശ്യക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അഊദു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നു, മടങ്ങി വരുന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഊദു എന്ന് പറയുമ്പോൾ, അഊദു എന്നാൽ ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു, രക്ഷ തേടുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഞാൻ അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. ഇങ്ങനെയാവുമ്പോഴോ അർത്ഥമെല്ലാം മാറി. അതുപോലെ തന്നെയാണ് ബില്ലാഹി, ഇവിടെ ബില്ലാഹി എന്നതിലെ ഹ ചില ആളുകളിലെങ്കിലും ബില്ലാഹി എന്ന രൂപത്തിൽ ഇവിടെ ബില്ലാഹി എന്ന ഹാഇനെ ഇവിടെ യാ ആയിക്കൊണ്ട് ഉച്ചരിക്കുന്ന ആളുകളുണ്ട്. ഇതും ശരിയല്ല. ബില്ലാഹി എന്ന് തന്നെ ഉച്ചരിക്കണം, ബില്ലാഹി. അതുപോലെ മിനശ് ശൈത്താനിർ റജീം. ഇനി മിനശ് ശൈത്താനിർ റജീം എന്നതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് ത്വാ. ത്വാ പല ആളുകളും മിനശ് ശൈത്താനിർ റജീം, ഇനി അല്ലെങ്കിൽ തന്നെ ഇനി ത അല്ലെങ്കിലും മിനശ് ശൈത്വാനി എന്ന് ഉച്ചരിക്കുന്നു. അപ്പോഴും
ത എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ അതിൻ്റെ സിഫത്ത് ശരിയല്ല. മിനശ്ശൈത്വാനി, നാവിൻ്റെ നടു മേലെണ്ണാക്കിലേക്ക് ഉയർന്ന് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. ത ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഇത്ബാഖ് എന്നൊരു സിഫത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. മിനശ്ശൈത്വാനി, മിനശ്ശൈത്വാനി എന്ന് തന്നെ ഉച്ചരിക്കണം. ഇവിടെ ത എന്ന അക്ഷരമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റജീം, അറ ഇങ്ങനെയല്ല, റജീം, റായിനെ കൂടുതലായിട്ട് പിടപ്പിക്കൽ അല്ലെങ്കിൽ തക്രീർ എന്നുള്ള ആ ഒരു രൂപത്തിൽ കൂടുതലായിട്ട് വരാൻ പാടില്ല. ഏതായാലും അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നാണ് പറയേണ്ടത്. ഇവിടെ ഔസു, ഔദു, പിന്നെ അതുപോലെ തന്നെ അഊദു, ഇതെല്ലാം ശ്രദ്ധിക്കണം. ശരിയായ പാരായണം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നുള്ളതാണ്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ബാഇന്, മീമിന്, അതുപോലെ തന്നെ നൂനിന്, ഈ 3 അക്ഷരങ്ങൾക്കും കെസ്റാണല്ലോ. ഇത് ചില ആളുകളിൽ എങ്കിലും ചെറിയ അബദ്ധങ്ങളായിട്ട് വരാറുണ്ട്. നോക്കൂ, ബിസ്മി എന്നുള്ളത് പ്രത്യേകിച്ചും ചില കുട്ടികളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ബിസ്മി, ബിസ്മി, ബാഇന് സുക്കൂൻ നൽകിക്കൊണ്ട്, ഇവിടെ ബാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് ചില ആളുകൾ ഓതാറുണ്ട്. അത് ശരിയല്ല. ബിസ്മി അല്ല, ബി, ബിസ്മി. അതുപോലെ തന്നെ ബിസ്മില്ലാഹി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാ, ബിസ്മില്ലാഹി അല്ല, ബിസ്മില്ലാഹി എന്നുള്ളതല്ല, ഇത് തെറ്റാണ്. ബിസ്മില്ലാഹി, ഹാ തന്നെ ഉച്ചരിക്കണം. ഹാ പ്രത്യേക ശ്രദ്ധയോടുകൂടെ ഉച്ചരിക്കുക, ബിസ്മില്ലാഹി. ഇനി അർ റഹ്മാനി, റാ നേരത്തെ പറഞ്ഞു, കൂടുതലായിട്ട് അർ ഈ രൂപത്തിൽ വരരുത്. ബിസ്മില്ലാഹി റഹ്, അർ റഹ് എന്ന രൂപത്തിൽ. അതുപോലെ തന്നെ ഹ, ചില ആളുകൾ അർ റഹ്മാനി എന്നുള്ള പദം ഇവിടെ അർ റഹ്മാനി എന്നുള്ളതിൽ അർ റഹ്മാനി എന്ന് ഉച്ചരിക്കാറുണ്ട്. ഹ മാറിക്കൊണ്ട് ഹ വരാറുണ്ട്. അതും ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, റഹ്മാനി, റഹ്മാനി അല്ല, റഹ്മാനി അല്ല, റഹ്മാനി. അർ റഹീം, ഇവിടെയും ഹ ശ്രദ്ധിക്കണം. ഹാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അത് പറയാം. ഇതിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ചെറുതായിട്ടൊന്നും അതിൻ്റെ രൂപം വരച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹാഇൻ്റെ മഖ്റജ്. ഇനി സൂറത്തുൽ ഫാത്തിഹയിലെ 2ാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോക്കൂ, അൽഹംദു, ഇതിലെ 1ാമത്തെ വേർഡ് അൽഹംദു. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഹ എന്ന അക്ഷരം, ഹ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. ഹ, ഇവിടെ ആരും തന്നെ ഒരു 100ൽ ഒരു 10 പേരെങ്കിലും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടാവില്ല. എങ്ങനെ? അൽഹംദു, അൽഹംദു എന്ന രൂപത്തിൽ ഹനെ കൃത്യമായിട്ട് മഖ്റജിൽ നിന്നും ഉച്ചരിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഓതിപ്പോവും. അൽഹംദു എന്നുള്ളത് അൽഹംദുലില്ലാഹി, അൽഹംദു. അപ്പോൾ അൽഹംദു, അൽഹംദു സർവസ്തുതിയും, അൽഹംദു സർവസ്തുതിയും. എന്നാൽ അൽഹംദു എന്ന് പറഞ്ഞാൽ ഇവിടെ അൽഹംദു എന്നുള്ളത് അൽഹംദു. നോക്കൂ, ഹന് പകരം, ഹന് പകരം ഹ വന്നു കഴിഞ്ഞാൽ ഹംദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ നശിക്കുക അല്ലെങ്കിൽ അണഞ്ഞു പോകുക, ഈ രൂപത്തിൽ. അപ്പോൾ അൽഹംദു സർവസ്തുതിയും, അൽഹംദു ഹന് പകരം ഹ വന്നാൽ സുബ്ഹാനല്ലാഹ്. വളരെയധികം ശ്രദ്ധയോടുകൂടെ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യം. അൽഹംദു, അൽഹംദു അല്ല, അൽഹംദു അല്ല, അൽഹംദു. ഹംദിൻ്റെ അർത്ഥം പറയാൻ പോലും എന്താണ് ഈ ആയത്തിൻ്റെ കൂടെ ചേർത്ത് പറയാൻ മടിയാണ്, കാരണം പ്രയാസമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അൽഹംദു അല്ല, അൽഹംദു. ഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇനിയോ ലില്ലാഹി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലില്ലാഹി. ഹ പലപ്പോഴും ഇങ്ങനെ
യാ ആയിട്ട് വരാറുണ്ട്. അൽഹംദുലില്ലാഹി, ലില്ലാഹി റബ്ബിൽ, ലില്ലാഹി അല്ല ലില്ലാഹി. ചെറിയ ഒരു അബദ്ധം ഇങ്ങനെ പല ആളുകളിലും കണ്ടുവരാറുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റബ്ബിൽ ആലമീൻ, റബ്ബി അല്ല റാഇനെ കനപ്പിക്കുകയാണ് വേണ്ടത്, റബ്ബിൽ ആലമീൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇൻഷാ അല്ലാഹ്. റബ്ബിൽ ആലമീൻ എന്നതിലെ ലാമും ഐനും പല ആളുകളും ഈ തരത്തിൽ പാരായണം ചെയ്യാറുണ്ട്. റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് തന്നെ ഐൻ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതിപ്പോകുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. റബ്ബിൽ ആലമീൻ, എന്ന അക്ഷരവും തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഐനും ഹാഉമാണ് തൊണ്ടയുടെ വസത്തുൽ ഹനഖ്, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും വരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി അർ-റഹ്മാനിർ റഹീം എന്നുള്ളത്, അർ-റഹ്മാനിർ റഹീം, നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ അതുപോലെ തന്നെ അർ-റഹ്മാനി പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അർ-റഹ്മാനി അർ-റഹീം അല്ല, അർ-റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം. ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഇവിടെയും അതുപോലെ തന്നെ ഹാഇൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അർ-റഹ്മാനിർ റഹീം എന്നുള്ളത് ഇത് കൂടുതലായിട്ട് പറയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതുപോലെ തന്നെ അവിടെയും അർ-റഹ്മാനി റഹീം വരുന്നുണ്ടല്ലോ, അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. റാഇനെയും ഹാഇനെയും ഒക്കെ ഉച്ചാരണത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ പറയുമ്പോൾ അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മാലികി യൗമിദ്ദീൻ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മാലികി എന്നുള്ള പദം ഇവിടെ മാലികി എന്നുള്ള പദത്തിൽ രണ്ട് തരത്തിൽ ചില ആളുകൾ പാരായണം ചെയ്യാറുണ്ട്. ഒന്ന് മാലികി യൗമിദ്ദീൻ, ഇങ്ങനെ മാലികി കുറച്ച് മീമിനെ രണ്ട് ഹർക്കത്തിനേക്കാൾ കൂടുതലായിട്ട് ഓതുന്ന ചില ആളുകളുണ്ട്, മാലികി യൗമിദ്ദീൻ. അതുപോലെ തന്നെ മറ്റൊരു അബദ്ധമാണ് ഇങ്ങനെ കാഫിനെ കുറച്ച് കൂടുതൽ നീട്ടിക്കൊണ്ട് മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. അതും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക, മാലികി യൗമിദ്ദീൻ. എന്നാൽ അതോടൊപ്പം ചെറിയൊരു കാര്യം കൂടെ, ചില ആളുകൾ അറബി അക്ഷരങ്ങൾ 7 അക്ഷരങ്ങൾ മാത്രമാണ് കനപ്പിച്ച് ഉച്ചരിക്കേണ്ടത്, ബാക്കിയെല്ലാം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. നമ്മൾ പലപ്പോഴും അധികം ആളുകളും ഉച്ചരിക്കുന്നത് അ, ബ, ത, സ, ജ, ഹ ഈ രൂപത്തിൽ എല്ലാം ഒരു ഹെവി ലെറ്റേഴ്സ്, ഹെവി അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. അതുകൊണ്ട് മീമിനൊക്കെ ലൈറ്റായിട്ട് മാലികി, മാലികി എന്ന രൂപത്തിലല്ല, മാലികി യൗമിദ്ദീൻ ഈ രൂപത്തിൽ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അതുകൊണ്ട് മാലികി അല്ല, മാലികി അല്ല, മാലികി യൗമിദ്ദീൻ. അപ്പോൾ ഇത് പാരായണം ചെയ്യേണ്ടത് മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, ഇങ്ങനെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ 4 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 4 ആയത്ത് ഒരു പ്രാവശ്യം കൂടെ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ബാക്കി ആയത്തുകൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖമറിലൂടെ ആവർത്തിച്ച് നമ്മോട് പറയുന്നു, നമ്മോട് ചോദിക്കുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായിട്ടും ഈ ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്തിന്? ലിദ്ദിക്രി, ചിന്തിച്ച് മനസ്സിലാക്കുവാൻ, ആലോചിച്ച് മനസ്സിലാക്കുവാൻ. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ ആരാണ് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറായിട്ടുള്ളത് എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഈ ചോദ്യം വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പാരായണം ചെയ്യുവാൻ പഠിക്കുക, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.